ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് വിശേഷം? അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. നമ്മൾ കാലിന് കെയർ കൊടുക്കുന്ന ഒരു DIY വീഡിയോ ആണ്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്പോർട്സ് ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എങ്ങനെ ഭയങ്കര ഫാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കാലം. അപ്പോൾ അതെങ്ങനെ റിക്കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പാർലറിലായിക്കോട്ടെ മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്നും പാർലറിൽ പോയി ചെയ്യാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ ചെയ്യാൻ താല്പര്യമില്ല, മീൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൈസ കുറവില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ആക്ച്വലി നമ്മളെ വീട്ടിലുള്ള സാധനം മാത്രം യൂസ് ചെയ്ത് നമുക്ക് പെഡിക്യൂർ ചെയ്യാം. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ട് എനിക്കൊരു എഫക്റ്റ് വന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സിലെന്നെ ആയിക്കോട്ടെ കുറേ പേരെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പോലെ പറയാനുള്ളത്. ഞാൻ എന്തായാലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഫസ്റ്റ് നിങ്ങൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഹെയറും അതുപോലെ തന്നെ ഫേസൊക്കെ കെയർ ചെയ്യുന്ന പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാല് ഫുഡ് കെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഞാനാണ് ഫുഡ് കെയർ ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തത് ഞാൻ കളരി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബെയർ ഫുട്ടിലായിരിക്കും നമ്മൾ പരിപാടിയൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ഓൾറെഡി കാലിൽ എന്തെങ്കിലും പരിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ശ്രദ്ധിക്കാൻ പറയാനുള്ളത് ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഡോണ്ട് ഷെയർ യുവർ സോക്സ്. നമ്മളുടെ പേഴ്സണൽ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സോക്സൊക്കെ. ദയവ് ചെയ്ത് സോക്സ് ഒരാൾ യൂസ് ചെയ്ത സോക്സ് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളെ സോക്സ് വേറെ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരിക്കലും ചെയ്യരുത്. ബിയോണ്ട് ദ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾ എടുത്തോന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോഴും നമ്മൾ പുറമേൽ ആളുകൾക്ക് കൊടുക്കുമ്പോഴും അതൊക്കെ അവരുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടെങ്കിൽ അത് നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതാണ് മെയിൻലി എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഡോണ്ട് ഷെയർ യുവർ സോക്സ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ മോയ്സ്ചറൈസർ, ഡ്രൈ ഫുട്ടുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ട് സോക്സ് ഇട്ടിട്ട് കിടന്നു ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഡ്രൈ ഫുട്ടിന് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. എൻ്റെ ഫുട്ടും ഭയങ്കര ഡ്രൈ ആയിട്ട് കുറേ ക്രാക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫുട്ടായിരുന്നു. അത് മെല്ലെ മെല്ലെ പതിയെ മാറുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം കുറേയൊക്കെ അതിൻ്റെ പിന്നാലെ നടന്നിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ ഫുട്ടുള്ള ആൾക്കാർ പിന്നെ നമ്മൾ ചപ്പൽസ് യൂസ് ചെയ്യാതെ നമ്മൾ സോയിലേക്ക് ഇറങ്ങരുത്. മണ്ണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് സിവിയറായിട്ട് വീണ്ടും കാറ്റടിച്ചിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും കെയർ ചെയ്തിട്ട് ഞാനൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുക ഈ എക്സ്പോസ്ഡ് അല്ലാത്ത ചപ്പൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഷൂ പോലെ കവർ ചെയ്തിട്ടുള്ള ചപ്പൽസാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. കാരണം എനിക്കറിയാം എൻ്റെ ഫുട്ട് ഡ്രൈ ആയിട്ടുള്ള, അപ്പോൾ എപ്പോഴും മോയ്സ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പോസ് ഈ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേറെ കാര്യം പറയാൻ വെച്ചാൽ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ സോപ്പ് ഓൾറെഡി ഡ്രൈ ആയിട്ട് കാര്യമാണ്. അപ്പോൾ നമ്മൾ സോപ്പ് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതും നമ്മളുടെ ഫുഡിനെ കൂടുതൽ ഡ്രൈ ആക്കാൻ നോക്കുള്ളൂ. അപ്പോൾ അഥവാ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കാലൊക്കെ കുറച്ച് കഴുകുകയാണെങ്കിൽ തന്നെ അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്. കാരണം ഇതൊക്കെ ഡ്രൈ ഫുഡിനുള്ള ആൾക്കാർക്കാട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ സൺ ടാനൊക്കെ അടിച്ച ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ കെയർ മാത്രം ചെയ്താൽ മതി. എല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡ്രൈ ഫുഡിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കൂടിയിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഞാനും ഒരിക്കൽ സോക്സ് ഇങ്ങനെ മാറിയിട്ടതിന് ശേഷം എൻ്റെ കാലിന് അലർജിക്ക് ആയത് ഞാൻ കുറേ അധികം സഫർ ചെയ്തതാണ്. കുറേ ഭ്രാന്തൊക്കെ പിടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കുറേ മരുന്ന് നമ്മൾ മാറി യൂസ് ചെയ്തിട്ട് പോലും അത് മാറാതെ. കാരണം പിന്നെ നമ്മളത് കെയർ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് കെയർ ചെയ്യണം. പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്നില്ല. കാരണം എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങേണ്ടി വരും, ചിലപ്പോൾ ചപ്പൽ ഇടാത്തൊരവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് വീണ്ടും സിവിയർ ആവാണ്. അപ്പോൾ നമ്മൾ ഹെയറും സ്കിന്നും ഫേസൊക്കെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളുടെ കാലും കെയർ ചെയ്യുന്നത്. കാരണം അതിനുശേഷം കുറേയൊക്കെ നമ്മളുടെ ആ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. കാരണം മരുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വേഗം മുറികളാവാനും അതുപോലെ തന്നെ ക്രാക്സ് വരാനും ഡ്രൈ ആവാനും ഭയങ്കര അധികം ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഡ്രൈ ഫുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം മോയ്സ്ചറൈസറും ബോഡി ലോഷനും അതുപോലെ തന്നെ സോക്സ് വെയർ ചെയ്യുക, കൂടുതൽ എക്സ്പോസീവ് ആയിട്ടുള്ള ചപ്പൽസ് ഒഴിവാക്കുക. പരിധി വരെ നിങ്ങൾ കാലാകാലം അങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയും ഒരു പരിധി വരെ നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് എനിക്കും കൂടി എക്സ്പീരിയൻസ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ വെള്ളം, നമ്മൾ കാലിട്ട് വെക്കാൻ പറ്റിയൊരു പാത്രം വേണം. പിന്നെ അതുപോലെ തന്നെ അതിൽ വെള്ളം, ഷാമ്പു, ബേക്കിംഗ് സോഡ, ലെമൺസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമ്മൾ കാല് എന്ത് ചെയ്യുക, സോക്ക് ചെയ്ത് വെക്കുക ഒരു 10 മിനിറ്റ്സോളം, മാക്സിമം ഒരു 50 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഈ കാല് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇത്രയും ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ലെമൺ,
ആൻഡ് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, ലെഗ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സോളം വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു 7 മിനിറ്റ്സൊക്കെ ആയി, 10 മിനിറ്റ്സൊക്കെ ആയി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലെമൺ എടുത്തിട്ട് ജസ്റ്റ് ഉരച്ചു കൊടുക്കുക, എല്ലായിടത്തും എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എനിക്ക് നാട്ടിൽ നിന്ന് ടാൻ അടിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ അതേ അടയാളം നമുക്കത് കുറയോ നോക്കാം നമുക്ക്. ഓക്കെ,
വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നല്ല വൃത്തിയായി ക്ലീനായി നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ്. ഇടാൻ പോവുകയാണ്. പാക്കിൽ കോഫി പൗഡറും റൈസ് പൗഡറും പിന്നെ വാട്ടറുമാണ്. ജസ്റ്റ് ഒരു പാക്ക്. ഇപ്പം തന്നെ നല്ല വൃത്തി വെച്ചൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടാനൊന്ന് കുറച്ച് പോയ പോലെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് പാക്ക് ഇട്ട് നോക്കാം. ഓക്കെ.